നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പയറിൽ പലതരത്തിലുള്ള കീടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീടമാണ് കായ്തുരപ്പൻ പുഴു. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കായ്തുരപ്പൻ പുഴുക്കൾ പയറിൽ വൃത്താകൃതിയിലുള്ള ദ്വാരങ്ങളുണ്ടാക്കും. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ദ്വാരങ്ങളുണ്ടാക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പൂക്കൾ ധാരാളമായിട്ട് കൊഴിയുന്നതായിട്ട് കാണപ്പെടും. പിന്നെ ഉള്ളത് ഇളം പയറുകൾ, അതായത് ചെറിയ ചെറിയ പയറുകൾ വരുന്നത് അതും കൊഴിയും. അതായത് പൂക്കളും ഇളം പയറുകളും ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്നതും കാണാൻ പറ്റും. ഈ പുഴുക്കളുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം നടുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ആവശ്യത്തിനുള്ള അകലം പാലിച്ചിട്ട് മാത്രം ചെടികൾ നടുക, അടുപ്പിച്ചടുപ്പിച്ച് നടാതിരിക്കുക. പിന്നെയുള്ളത്, ഇപ്പോൾ നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് 20 ഗ്രാം വിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്രാരംഭഘട്ടത്തിലാണ് ഇതിൻ്റെ ആക്രമണം എങ്കിൽ നമുക്ക് കാന്താരി മുളകും ഗോമൂത്രവും കൂടെ മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 20 ഗ്രാം കാന്താരി മുളക് ചതയ്ക്കുക, എന്നിട്ട് അത് 1 ലിറ്റർ ഗോമൂത്രമായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അരിച്ചതിന് ശേഷം ഇത് 10 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിക്കണം. അതിന് ശേഷം ഇത് തളിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഇതിലൊന്നും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാസകീടനാശിനി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിൽ കൊടുത്തേക്കുന്ന ഈ രാസകീടനാശിനികൾ ആ പറയുന്ന അളവിൽ തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.